അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടി ഈ വാളക്കുട്ടനെ നമ്മൾ ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാണ്. തുടങ്ങിയാലോ? അപ്പോൾ ഗായ്സ്, നമ്മുടെ വാളക്കുട്ടനെ നമുക്കൊന്ന് വെട്ടിക്കഴുകി എടുക്കാം. ഓക്കെ. അപ്പോൾ ഗായ്സ്, നമ്മുടെ വാളക്കുട്ടനെ കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുകയാണ്. അതിൻ്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അവനെ സെറ്റാക്കിയേക്കാണ്. നമുക്കിനി ഇവനെ ചെറിയ ചെറിയ വരകൾ ഇട്ട് കൊടുക്കണം. എന്നാലേ നമുക്ക് ആ മസാല തേക്കുമ്പോൾ അതിനകത്ത് പിടിക്കത്തുള്ളൂ. ആദ്യമേ ഒരു വര ഇട്ട് കൊടുക്കട്ടെ. ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിടണം, അല്ലെങ്കിൽ നമ്മൾ വാളക്കുട്ടൻ ചിലപ്പം ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. ഈ സൈഡിൽ നമ്മൾ വരയിട്ട് കഴിഞ്ഞ് നമുക്ക് അപ്പുറം സൈഡിടാം. ഇവിടെ നമുക്ക് വരയിട്ട് ഗ്യാപ്പ് തന്നെ ഇടണം. നമുക്ക് മസാല ഇച്ചിരി ആഴത്തിലിട്ട് കൊടുക്കണം. മസാല കയറണം അതിനകത്തോട്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ വാളക്കുട്ടനെ നമ്മൾ വെട്ടി വരയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് മസാല പെരട്ടാം. അപ്പോൾ ഗൈസ്, നമുക്ക് വാള തേക്കാനുള്ള ആദ്യം മസാല തയ്യാറാക്കണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം മല്ലിയില, പുതിനയില, കാന്താരി മുളക്, ചെറിയ ഉള്ളി, ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ച് അരച്ചെടുക്കാം. ഗൈസ്, അപ്പോൾ നമ്മൾ മിക്സിക്കകത്തിട്ട് അരച്ച മസാലയാണ്. ഇപ്പോൾ ഗൈസ്, അടുത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് വേണ്ടത്. കുറച്ച് മതി. ഇപ്പോൾ ഗൈസ്, അടുത്ത് നമുക്ക് കുറച്ച് ഉപ്പ് വേണം. ഇപ്പോൾ ഗൈസ്, അടുത്ത് നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് വേണം. ഇപ്പോൾ ഗൈസ്, അടുത്ത് നമുക്ക് ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇതുപോലെ ഒരു കിണറുണ്ടാക്കിയെടുക്കാം നമുക്ക് അതിനകത്ത്. അപ്പോൾ നമ്മൾ കിണറുണ്ടാക്കിയേക്കണം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിക്കാം. ശകലം ഒഴിച്ചാൽ. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റാക്കാം. ഇനി നമുക്കൊരു ചെറുനാരങ്ങ കൂടെ പിഴിഞ്ഞൊഴിക്കാം. ഓക്കെ. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മുടെ മസാല റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നമുക്ക് വാളക്കുട്ടനകത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല നമുക്ക് പുരട്ടാം. ഈ ഗ്യാപ്പിലൊക്കെ നല്ല രീതിയിൽ മസാല നമുക്ക് നിറയ്ക്കണം. ഇറക്കിയാലേ നമുക്ക് ഈ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിക്കത്തുള്ളൂ. അന്നേരം മീൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. തിരിച്ചിടാം, അപ്പുറത്തെ സൈഡ് തേക്കാം. ഇനി നമുക്ക് പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള അടുപ്പ് സെറ്റായിരിക്കുകയാണ്. ആദ്യം കുറച്ച് അറക്കപ്പൊടി ഇതിനുള്ളിലേക്ക് ഇടാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് നനവുണ്ടെങ്കിൽ വലിയ സീൻ വരല്ല. അതിന് വേണ്ടിയാണ് അറക്കപ്പൊടി ശകലം ഒന്നിട്ട് സെറ്റാക്കാം. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യം ഒരു ചിരട്ട ഇവിടെ വെച്ച് കൊടുക്കാം. കുറച്ച് കർപ്പൂരം അതിനകത്തോട്ട് കൊടുക്കാം. കർപ്പൂരം ഇട്ടാൽ പെട്ടെന്ന് കത്തും നമുക്ക്. അതിന് വേണ്ടി കർപ്പൂരം ഇട്ടുന്നത്. അതിനുശേഷം ഇവിടെ ചെറിയൊരു ഇത് വെക്കണം. നമുക്ക് തീ കൊടുത്താൽ നമുക്കിവിടെ വെച്ചെടുക്കാം. പെട്ടെന്ന് കത്തി പിടിക്കാം. ഇനി നമുക്ക് കുറച്ച് കരി അങ്ങോട്ട് ഇടാം.
യെസ്, നമ്മുടെ കനൽ ഏകദേശമൊക്കെ ആയി. നമുക്കൊന്ന് ചെറുതായി നിരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഗ്രില്ല് വെക്കാം. ഓക്കെ, ഗ്രില്ല് സെറ്റായി. നമുക്കിനി ഗ്രില്ലിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കാം. ഇനി നമ്മുടെ വാളക്കുട്ടിനെ ഗ്രില്ലിലേക്ക് ഇറക്കി വെക്കാം. സെറ്റ്. നമ്മുടെ വാളക്കുട്ടൻ്റെ ഒരു സൈഡ് ഏകദേശമൊക്കെ ആയെന്ന് തോന്നുന്നു. ഏകദേശം വെന്ത് കിടക്കുകയാണ് വാളക്കുട്ടൻ്റെ ഒരു സൈഡ്. നമുക്ക് ഈ സൈഡോടെ ഒന്ന് ഇതാക്കാം. മേൽവശം ഏകദേശം നമുക്കിതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചിടണം. ആ സൈഡിൽ സെറ്റാക്കി കഴിഞ്ഞിട്ട് ഒന്ന് തിരിച്ചിട്ടാം. എന്നാലും പിന്നെ ഒന്ന് തിരിച്ചിട്ടാം. അപ്പോൾ ഗൈസ്, നമുക്ക് ഒന്നുകൂടെ നമ്മുടെ മീൻകുട്ടനെ ഒന്ന് തിരിച്ചിടാം. ഓ ഷിറ്റ്, നമ്മുടെ മീൻകുട്ടൻ ശകലമായിട്ട് ഇത് പോയിരിക്കുകയാണ്. പക്ഷെ നമുക്ക് കുഴപ്പമില്ല, നമുക്ക് തിരിച്ചിടാം. ഓഹോ ഹോ ഹോ ഹോ, നമ്മുടെ മീൻകുട്ടൻ ആണെങ്കിൽ ചെറിയൊരു പണി കിട്ടിയതാണ്. നമുക്കപ്പം തൊലി എടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് നോക്കാം. ശകലം പാടാ. ഓ, ഏകദേശമൊക്കെ സെറ്റാക്കി വരുന്നുണ്ട് നമ്മൾ. കുഴപ്പമില്ല. ശകലം ടൈം ഒന്ന് കൂടിപ്പോയി ഗൈസ്. പിടിക്ക് മോനെ. ഓ ഷിറ്റ്. വാ കുട്ട, ഭയങ്കര ചൂടാണ് കേട്ടോ. നിൽക്കാൻ പറ്റാത്ത ചൂടാണ്. നിൽക്കുക. ഗൈസ്, വേണ്ടല്ലേ. അപ്പോൾ ഗായ്സ്, നമ്മുടെ വാളക്കൂട്ടൻ ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി അവനെ എടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗായ്സ്, നമ്മുടെ വാളക്കുട്ടൻ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് മയണൈസ് ഒഴിച്ച് അവനൊന്ന് പുളിപ്പിച്ചെടുക്കാം.
ഇപ്പോൾ ഗൈസ് നമ്മുടെ കുറച്ച് സാധനം എടുത്ത് നമ്മുടെ മീൻകുട്ടൻ്റെ ഈ മുള്ളൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു ടേസ്റ്റ് നോക്കാം. സൂപ്പർ സാധനമാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, ഒരു രക്ഷയില്ല. കഴിച്ചുകൊണ്ടേ ഇരിക്കും നമ്മൾ, മിക്കവാറും ഇത് മൊത്തം ഞാൻ തന്നെ തീർക്കും തോന്നുന്നു. അതുപോലെ ടേസ്റ്റാണ്. രണ്ടുപേരും പോയി, അമ്മയും പോയി, കുറച്ച് തരാമെന്ന് പറയാം. അപ്പോൾ ഗായ്സ് ഇനി അടുത്ത നമ്മളെ വിനു ബ്രോ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകാണ്. വിനു ബ്രോ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. ഓക്കെ. എങ്ങനെയുണ്ട് വിനു ബ്രോ? സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, അടിപൊളി സാധനം. കൊള്ളാം. കൊള്ളാല്ലേ? കൊള്ളാം. ഓക്കെ. ഹായ് ഗായ്സ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോ കാണുമ്പോഴേക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.